സർവേഷാം കൃതേ നമസ്കാരഃ. ലാസ്റ്റ് വിഭക്തിയുടെ ഒരു ലോങ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അടുത്ത ക്ലാസ്സിൽ കുറച്ച് വിഭക്തിയുടെ വാക്യങ്ങളുമായിട്ട് വരാമെന്ന്. അതനുസരിച്ചിട്ട് കുറച്ച് മലയാള വാക്യങ്ങൾ അതിൻ്റെ സാൻസ്ക്രിറ്റ് ട്രാൻസ്ലേഷൻ കൂടി ചെയ്ത് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ എങ്ങനെ നമുക്ക് വിഭക്തി തിരിച്ചറിയാം, വിഭക്തി അർത്ഥങ്ങൾക്ക് അനുസരിച്ചിട്ട് എങ്ങനെ വാക്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്നെല്ലാം നമുക്ക് നോക്കാം. നമ്മൾ വിഭക്തിയുടെ ഒരു പദ്യം നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഓരോ വിഭക്തിയിലും ഏതൊക്കെ അർത്ഥങ്ങളാണ് വരുന്നത് എന്ന് പഠിച്ചിരുന്നു. അപ്പോൾ അത് മാത്രം പഠിച്ചാൽ പോരാ, ആ വിഭക്തി അർത്ഥങ്ങളോടൊപ്പം തന്നെ ശബ്ദരൂപങ്ങൾ കൂടി നമ്മൾ പഠിക്കണം. ശബ്ദരൂപങ്ങൾ എന്ന് പറഞ്ഞാൽ വിഭക്തി അർത്ഥങ്ങൾ പ്രയോഗിച്ചിരിക്കുന്നത് ഈ ശബ്ദരൂപങ്ങളിലാണ്. അപ്പം ഈ ശബ്ദരൂപങ്ങൾ എല്ലാ അന്തത്തിലും ഉണ്ട്. അപ്പം ഞാൻ ശബ്ദരൂപങ്ങൾ ഞാനിവിടെ കാണിക്കുന്നില്ല, കാരണം എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഗൂഗിളിൽ സെർച്ച് ചെയ്താലും ശബ്ദരൂപങ്ങൾ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അല്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ പഴയ ക്ലാസ്സുകളിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ശബ്ദരൂപങ്ങൾ. ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനനുസരിച്ചിട്ട് ഞാൻ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ വാക്യങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വാക്യം, അവൻ അരി വാങ്ങുവാൻ കടയ്ക്ക് പോകുന്നു. അവൻ എന്താണ്? സഹ. ഓക്കെ, അരി വാങ്ങുവാൻ. അരി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരരിയായിട്ട് നമുക്ക് ഇല്ലല്ലോ അല്ലേ? നമ്മൾ കിലോ ആയിട്ടാണ് നമ്മൾ വാങ്ങുക. അപ്പോൾ അത് ബഹുവചനമായിട്ട് എടുത്താൽ മതി. അരി എന്നതിൻ്റെ സംസ്കൃത പദമാണ് തണ്ടുലഹ, പുല്ലിംഗ പദമാണ്. അപ്പോൾ അത് അരി എന്നത് ബഹുവചനാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ തണ്ടുലഹ എന്നതിൻ്റെ ദ്വിതീയ വിഭക്തി വേണം അവിടെ കൊടുക്കണമെങ്കിൽ. അപ്പോൾ അരി വാങ്ങുവാൻ എന്ന് നമ്മൾ മലയാളത്തിൽ സാമാന്യമായിട്ട് പറയുന്നു. പക്ഷെ സംസ്കൃതത്തിലാണെങ്കിൽ അരിയെ വാങ്ങുവാൻ അല്ലെങ്കിൽ അരികളെ വാങ്ങുവാൻ എന്ന് വേണം കറക്റ്റായിട്ടുള്ള അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തണ്ടുലാൻ ക്രേതും, വാങ്ങുവാൻ ക്രേതും. കടയ്ക്ക് എന്ന് പറഞ്ഞാൽ കടയിലേക്ക്. ആ ലേക്ക് എന്നത് ദ്വിതീയയിൽ വരുന്ന അർത്ഥമാണ്. എന്താ പറയാ, ആ പദ്യം ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. ഓക്കെ, കടയിലേക്ക് എന്ന് പറഞ്ഞാൽ കട എന്നതിന്റെ സംസ്കൃതം ആപ്പണഹ എന്നാണ്. അപ്പോൾ കടയിലേക്ക് എന്ന് വരുമ്പോൾ ആപ്പണഹ എന്നതിന്റെ ദ്വിതീയ വിഭക്തി ആപ്പണം എന്നതാണ്. ഏകവചനാണ്, ഒരു കട എന്ന് അവിടെ സ്പഷ്ടമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആപ്പണം പോകുന്നു, ഗച്ഛതി. ഓക്കെ, അപ്പോൾ ഇവിടെ അരി വാങ്ങുവാൻ നേരിട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരു ദ്വിതീയ വിഭക്തി അവിടെ വരുന്നുണ്ട്, അരികളെ വാങ്ങുവാൻ. അപ്പോൾ ഇവിടെ അരികളെ എന്നത് തണ്ടുല ശബ്ദത്തിന്റെ ദ്വിതീയ വിഭക്തി ബഹുവചനം അവിടെ കൊടുക്കണം. ഓക്കെ, വാങ്ങുവാൻ, എന്തിനെ വാങ്ങുവാൻ? അരിയെ വാങ്ങുവാൻ. ഓക്കെ, സഹ തണ്ടുലാൻ ക്രേതും ആപ്പണം ഗച്ഛതി. അപ്പോൾ ഇവിടെ തണ്ടുലാൻ എന്നത് ദ്വിതീയ വിഭക്തിയാണ്, ആപ്പണം എന്നതും ദ്വിതീയ വിഭക്തിയാണ്. ഓക്കെ, അരികളെ അല്ലെങ്കിൽ അരിയെ, കടയിലേക്ക് അല്ലെ, ഇവ രണ്ടും ദ്വിതീയയിൽ വരുന്ന അർത്ഥങ്ങളാണ്. ഓക്കെ, അടുത്തത്, താങ്കൾ എന്തിനാണ് അവനെ വിശ്വസിച്ചത്? താങ്കൾ എന്നതിന്റെ സംസ്കൃത പദമാണ് ഭവാൻ. ഓക്കെ, തകാരാന്ത ശബ്ദമാണ് ഭവാൻ. എന്തിനാണ്, എന്തിനു വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ കിമർത്ഥം, അവനെ അല്ലെ? പദ്യത്തിൽ തന്നെ ഉണ്ട് നേ നോടിലേക്ക്. അപ്പോൾ നേ എന്ന് ഇവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ദ്വിതീയയാണ്. അവനെ, അവൻ എന്ന് പറയുമ്പോൾ സഹ, അവനെ എന്ന് പറയുമ്പോൾ തം എന്ന് വരും. തദ് ശബ്ദത്തിന്റെ പുല്ലിംഗമാണ്. തം വിശ്വസിച്ചത്, വിശ്വസിതവാൻ. ഓക്കെ, അപ്പോൾ താങ്കൾ എന്തിനാണ് അവനെ വിശ്വസിച്ചത്? ഭവാൻ കിമർത്ഥം തം വിശ്വസിതവാൻ.
അവനെ ദ്വിതീയ വിഭക്തിയാണ് ഇവിടെ. ക്ലിയർ ആണല്ലോ? ബാക്കിയുള്ളതൊന്നും കുഴപ്പമില്ല തോന്നുന്നു, നേരിട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് രാക്ഷസി സീതയുടെ മുടിയിൽ പിടിച്ചു. രാക്ഷസി എന്നതിന്റെ സംസ്കൃത പദം രാക്ഷസി തന്നെയാണ്. ഓക്കെ, രാക്ഷസി സീതയുടെ, നമ്മൾ ആ പദ്യത്തിൽ കണ്ടിട്ടുണ്ട്, ഇക്കുമിന്നു മുടേ ഷഷ്ടിക്കതിൻ്റെ വെച്ചും എന്നവി. അപ്പൊ അവിടെ ഇക്കുമിന്നു മുടേ, അവിടെ സീതയുടെ എന്ന് നമ്മൾ ചേർക്കണം. അത് പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും വരുമ്പോൾ നമുക്ക് അർത്ഥ വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം. ഓക്കെ, അപ്പോ രാമന്റെ എന്ന് നമ്മൾ പുല്ലിംഗത്തിൽ പറയും. എന്നാൽ അതേ പ്രകാരം സ്ത്രീലിംഗമാവുമ്പോൾ സീതന്റെ എന്ന് പറയില്ല, സീതയുടെ എന്നായിരിക്കും പറയുക. ഓക്കെ, അങ്ങനെ ചെറിയ ചെറിയ പുല്ലിംഗ, സ്ത്രീലിംഗ, നപുംസകലിംഗത്തിൽ വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ സീതയുടെ എന്ന് പറയുമ്പോൾ സീത എന്ന ശബ്ദത്തിന്റെ ഷഷ്ഠി വിഭക്തി, ഏകവചനാണ് അല്ലെ, സീതയുടെ, ഒരു സീതയുടെ. അപ്പോൾ സീതായാഹ മുടിയിൽ, മുടിയും ബഹുവചനാണ് അല്ലെ, മുടിയിൽ പിടിച്ചു. മുടി എന്നതിന്റെ സംസ്കൃത പദം കേശഹ എന്നാണ്. അതില് മുടിയിൽ, അതിൽ എന്ന അർത്ഥം അവിടെ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു പദ്യത്തിൽ അതിൽ എന്ന് വെച്ചിട്ട് വരുന്നതെല്ലാം ഏത് വിഭക്തിയിൽ വരുന്നതാണ്? സപ്തമി വിഭക്തിയിൽ വരുന്നതാണ്. അതിൽ, അതിങ്കൽ, അതിൽ വെച്ചെന്നും എന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ മുടിയിൽ എന്ന് പറഞ്ഞാൽ കേശേ എന്ന് നമ്മൾ കൊടുക്കാം. പക്ഷെ ഒരു കേശത്തിന് നമുക്ക് എന്തായാലും പിടിക്കാൻ പറ്റില്ലല്ലോ അല്ലെ, അവിടെ ബഹുവചനം തന്നെ കൊടുക്കണം. അപ്പൊ കേശേഷു, കേശ ശബ്ദത്തിന്റെ സപ്തമി വിഭക്തിയുടെ ശബ്ദരൂപം ബഹുവചനം കേശേഷു എന്നാണ്. ഓക്കെ, കേശേഷു പിടിച്ചു എന്നത് ഗൃഹീതവതി. ആരാണ് പിടിച്ചത്? രാക്ഷസിയാണ്. ഓക്കെ, അപ്പൊ രാക്ഷസി സീതായാഹ കേശേഷു ഗൃഹീതവതി. പ്രതിപദം മീനിങ് മനസ്സിലായല്ലോ, അതെങ്ങനെയാണ് വിഭക്തിയിൽ പ്രയോഗിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, കള്ളൻ പോലീസിനെ കണ്ടു പേടിച്ചു, അല്ലെങ്കിൽ കണ്ടിട്ട് പേടിച്ചു, എന്ത് വേണമെങ്കിലും സ്വീകരിക്കാം. കള്ളൻ ചോരഹ, പോലീസിനെ ഏത് വിഭക്തി വരും? നേനോട് ലേക്ക് ദ്വിതീയ. അപ്പൊ പോലീസ് എന്ന പദം ആരക്ഷക എന്നാണ്, അതിന്റെ ദ്വിതീയ ആരക്ഷകം. ഓക്കെ, കാരണം ഏകവചനാണ്. ഒരു പോലീസിനെ നമ്മുടെ കാണുമ്പോൾ തന്നെ, ആ ഒരു പദം കാണുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാണ്. അപ്പോൾ ആരക്ഷകം. കണ്ട് എന്ന് പറഞ്ഞാൽ ദൃഷ്ടുവ, കണ്ടിട്ട് എന്നാണ്. ദൃഷ്ടുവ പേടിച്ചു, ഭീതവാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നത് ആരക്ഷകം. ഏത് വിഭക്തിയാണ്? ദ്വിതീയ തന്നെയാണ്. ഓക്കെ, ചോരഹ ആരക്ഷകം ദൃഷ്ട്വാ ഭീതവാൻ. അടുത്തത് നീയും ഞങ്ങളുടെ കൂടെ വരൂ. നീയും, ശരിക്കും പറഞ്ഞാൽ നീ എന്നത് മധ്യമ പുരുഷനാണ് എന്ന് എല്ലാവരും ചിന്തിക്കും. പക്ഷെ അത് കുറച്ചുകൂടി മര്യാദയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഭവാൻ എന്നെടുത്തു. ഓക്കെ, നീ എന്ന് പറഞ്ഞാൽ ത്വം എന്നാണ്, മര്യാദയ്ക്ക് വേണ്ടി ഭവാൻ എന്ന് ഞാൻ യൂസ് ചെയ്തു. ഭവാൻ ഞങ്ങളുടെ, ഞങ്ങളുടെ, നമ്മളിവിടെ സീതയുടെ എന്ന് കണ്ടില്ലേ, അതേ പ്രകാരം തന്നെയാണ് ഞങ്ങളുടെ. അസ്മദ് ശബ്ദത്തിന്റെ ഷഷ്ടി വിഭക്തി, ഞങ്ങൾ എന്ന് പറയുമ്പോൾ ബഹുവചനാണ് അല്ലെ, അപ്പോൾ ഞങ്ങളുടെ. അപ്പൊ ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ അസ്മാകം എന്ന് വേണം അവിടെ വരണമെങ്കിൽ. പക്ഷേ ഇവിടെ ഞങ്ങളുടെ കൂടെ, അപ്പൊ ഇവിടെ കൂടെ എന്നൊരു പദം വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ കൂടെ എന്ന പദം വന്നു കഴിഞ്ഞാല് എപ്പോഴും അവിടെ തൃതീയ വിഭക്തി മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊരു നിയമമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഞങ്ങളുടെ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഷഷ്ടിയാണ് വേണ്ടത്. പക്ഷേ കൂടെ എന്ന് വന്നത് കൊണ്ട് അവിടെ തൃതീയ യൂസ് ചെയ്യണം എന്നൊരു നിയമമുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ എന്ന് പറയുമ്പോൾ അസ്മാഭിഹി സഹ, അസ്മാകം സഹ എന്ന് പറയാൻ പാടില്ല.
അസ്മാഭിഹി സഹ, വരൂ, ആഗച്ഛതു. ഓക്കെ, അപ്പോൾ കൂടെ എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സഹ എന്ന പദം കണ്ടു കഴിഞ്ഞാൽ തൃതീയ വിഭക്തിയെ ഉപയോഗിക്കുവാൻ പാടുള്ളൂ. നേരിട്ട് ഈ പ്രതിപദാർത്ഥം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കിട്ടില്ല. ചിലപ്പോൾ ആ വിഭക്തി വ്യത്യാസങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സഹ എന്ന ഉപപദം കണ്ടു കഴിഞ്ഞാൽ വാക്യങ്ങളുടെ അല്ലെങ്കിൽ പദങ്ങളുടെ അർത്ഥം കൊണ്ട് മറ്റു വിഭക്തികൾ വന്നാലും നമുക്ക് തൃതീയയെ അവിടെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഭവാനഭി അസ്മാഭിഹി സഹ ആഗച്ഛതു. അടുത്ത വാക്യം, ജനങ്ങൾ ബസ്സിൽ വീട്ടിലേക്ക് പോകുന്നു. ജനങ്ങൾ, ജനാഹ, ബഹുവചനം. ബസ്സിൽ, ബസ് എന്നതിൻ്റെ സംസ്കൃത പദം ലോകയാനം എന്നാണ്. അപ്പോൾ ബസ്സിൽ എന്ന് പറയുമ്പോൾ സപ്തമി വരില്ലേ? ലോകയാനെ എന്നല്ലേ വരേണ്ടത്? പക്ഷെ അങ്ങനെ വരില്ല. ബസ്സിൽ വീട്ടിലേക്ക് പോകുന്നു. ഇവിടെ പോകുന്നു എന്നാണ് ക്രിയാപദം അല്ലേ? പോകുന്നു, ആര് പോകുന്നു? ജനങ്ങൾ പോകുന്നു. എങ്ങനെ പോകുന്നു? ബസ്സിൽ പോകുന്നു, ബസ്സിലൂടെ പോകുന്നു എന്നാണ് കറക്റ്റായിട്ടുള്ള സംസ്കൃതത്തിൽ വരിക. നമ്മൾ മലയാളത്തിൽ ബസ്സിൽ പോകുന്നു എന്ന് പറയും. പക്ഷെ സംസ്കൃതത്തിൽ എങ്ങനെ പോകുന്നു? ബസ്സിൽ പോകുന്നു. എങ്ങനെ കഴിക്കുന്നു? കൈകൊണ്ട് കഴിക്കുന്നു. എങ്ങനെ എഴുതുന്നു? കൈകൊണ്ട് എഴുതുന്നു. അങ്ങനെ എങ്ങനെ എന്ന ചോദ്യം വരുമ്പോൾ ഏത് വിഭക്തി വരും? തൃതീയ ഉപയോഗിക്കണം. ഓക്കെ, നമ്മൾ നേരിട്ട് ഇവിടെ ബസ്സിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് ഇവിടെ സപ്തമി കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ബസ്സിലൂടെ, ലോകയാനേന എന്ന് വേണം പറയണമെങ്കിൽ. ഓക്കെ, വീട്ടിലേക്ക്, അത് പിന്നെ ലേക്ക് എന്ന് കണ്ടതുകൊണ്ട് തന്നെ ദ്വിതീയ നമുക്ക് കൊടുക്കാം. ഗൃഹം, പോകുന്നു, ഗച്ഛന്തി. ഓക്കെ, ജനാഹ ലോകയാനേന ഗൃഹം ഗച്ഛന്തി. മഹാബലി വാമനന് ഭൂമി കൊടുത്തു. മഹാബലി, മഹാബലിഹി. വാമനന്, വാമനന് വേണ്ടി, വാമനനായിക്കൊണ്ട് അല്ലെ? ആയിക്കൊണ്ട് ചതുർത്ഥി പദ്യണ്ട്. അപ്പോൾ വാമനനെ, വാമനായ, വാമന ശബ്ദത്തിന്റെ ചതുർത്ഥിയിൽ വരുന്ന രൂപമാണ് വാമനായ. അപ്പോഴേ അവിടെ വാമനനായിക്കൊണ്ട്, വാമനനെ എന്നൊരർത്ഥം വരുള്ളൂ. ഭൂമി കൊടുത്തു. കൊടുത്തു, എന്തിനെ കൊടുത്തു? ഭൂമിയെ. നമ്മൾ ഭൂമി എന്നത് മലയാളത്തിൽ പറയും, പക്ഷെ സംസ്കൃതത്തിൽ ഭൂമിയെ കൊടുത്തു. ഭൂമിം ദത്തവാൻ. ഓക്കെ, ഇവിടെ ഭൂമിം എന്നത് ദ്വിതീയ, വാമനായ എന്നത് ചതുർത്ഥി വിഭക്തി. ഓക്കെ, മഹാബലിഹി വാമനായ ഭൂമിം ദത്തവാൻ. കൊടുത്തു എന്ന ഒരു ക്രിയാപദം വരുമ്പോൾ, അല്ലെങ്കിൽ കൊടുക്കുന്നു, കൊടുക്കും എന്നീ ക്രിയാപദങ്ങളെല്ലാം വരുമ്പോൾ ആർക്കായിക്കൊണ്ടാണോ കൊടുക്കുന്നത്, അതായത് ഇവിടെ ആർക്കായിക്കൊണ്ടാണ് കൊടുക്കുന്നത്? വാമനനായിക്കൊണ്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ആർക്കായിക്കൊണ്ടാണോ കൊടുക്കുന്നത് ആ പദം ഏതു വിഭക്തി? ചതുർത്ഥിയിലായിരിക്കും. ഓക്കെ, രാജാവ് ശത്രുക്കളിൽ നിന്ന് ജനങ്ങളെ രക്ഷിച്ചു. രാജാവ്, രാജാ. ശത്രുക്കളിൽ നിന്ന്, ശത്രു, ശത്രു തന്നെയാണ് പദം സംസ്കൃതത്തിൽ. ഓക്കെ, ശത്രുക്കളിൽ നിന്ന്, നമ്മൾ ആ പദ്യം നോക്കിയാൽ മതി. അതിൽ നിന്ന്, അതിനേക്കാളും, ഹേതുവായിട്ട് പഞ്ചമി. അപ്പോൾ ഇവിടെ അതിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന്. അപ്പൊ ഇവിടെ ഒരുപാട് ശത്രുക്കളുണ്ട് അല്ലേ? അതുകൊണ്ട് ബഹുവചനം വേണം ഉപയോഗിക്കണമെങ്കിൽ. ശത്രു ശബ്ദത്തിന്റെ പഞ്ചമി വിഭക്തിയുടെ ബഹുവചനം ശത്രുഭ്യഃ, ശത്രുക്കളിൽ നിന്ന്. ആരെ രക്ഷിച്ചു? ജനങ്ങളെ. അപ്പോൾ ജന എന്ന ശബ്ദത്തിന്റെ ദ്വിതീയ ബഹുവചനം ജനാൻ. ഒരു ജന അല്ല, ഒരുപാട് ജനങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ദ്വിതീയ ബഹുവചനം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ജനാൻ
രക്ഷിതവാൻ, രക്ഷിച്ചു. ഓക്കെ. രാജ ശത്രുഭ്യ ജനാൻ രക്ഷിതവാൻ. ഇത് പഞ്ചമി, ഇവിടെ ദ്വിതീയ. ഓക്കെ. രക്ഷിച്ചു. ആര് രക്ഷിച്ചു? രാജ രക്ഷിതവാൻ. രാജ ആരെയാണ് രക്ഷിച്ചത്? കാൻ രക്ഷിതവാൻ, ജനാൻ രക്ഷിതവാൻ. രാജ കേഭ്യഃ ജനാൻ രക്ഷിതവാൻ. ആരിൽ നിന്നാണ് ജനങ്ങളെ രക്ഷിച്ചത്? ശത്രുഭ്യഃ ജനാൻ രക്ഷിതവാൻ. ഓക്കെ. ഗണേശന്റെ അമ്മയാണ് പാർവതി. സിമ്പിൾ വാക്യം അല്ലെ? ഗണേശന്റെ ഏത് വിഭക്തിയാണ്? ഇക്കും ഇന്നും ഉടേ ഷഷ്ടിക്കതിൻ്റെ ന്റെ. ഗണേശന്റെ, ഗണേശ ശബ്ദത്തിന്റെ ഷഷ്ടി. ഓക്കെ. ഗണേശസ്യ അമ്മ ജനനി. ആരാണ്? പാർവതി. അപ്പൊ ഇവിടെ ആണ് എന്നത് ഇവിടെ കാണുന്നില്ലല്ലോ, പറയും. അതൊരു ക്രിയാപദമാണ്, അണ്ടർസ്റ്റുഡ് ആയിട്ട് ഉള്ളതാണ്. ഓക്കെ. ഗണേശസ്യ ജനനി പാർവതി അസ്തി എന്ന് നമുക്ക് എഴുതാം. അത് ഞാനിവിടെ എഴുതിയിട്ടില്ല, അത്രയേ ഉള്ളൂ. എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഇവിടെ ഗണേശസ്യ ഷഷ്ഠി രൂപം. ഇന്ന് ഞാൻ പേന കൊണ്ടുവന്നില്ല. ഇന്ന് എന്താണ്? അദ്യ. ഞാൻ. അഹം. പേന കൊണ്ടുവന്നില്ല. കൊണ്ടുവന്നില്ല. മലയാളത്തിലാണെങ്കിൽ പേന കൊണ്ടുവന്നില്ല എന്ന് പറയാം. സംസ്കൃതത്തിൽ എന്തിനെ കൊണ്ടുവന്നില്ല? പേനയെ കൊണ്ടുവന്നില്ല. പേനയെ, സീതയെ, സരസ്വതിയെ, പാർവതിയെ. അല്ലേ? അപ്പോൾ ഏത് വിഭക്തിയാണ്? ദ്വിതീയ. അപ്പൊ പേന എന്നത് ലേഖനി എന്നാണ്. പേനയെ എന്ന് മാറുമ്പോൾ അത് ലേഖനീം എന്നാകും. ലേഖനി ശബ്ദത്തിന്റെ ദ്വിതീയ വിഭക്തി ഏകവചനം. ലേഖനീം കൊണ്ടുവന്നില്ല. ന ആനീതവതി. ഓക്കെ. അദ്യ അഹം ലേഖനീം ന ആനീതവതി. ഓക്കെ. അടുത്തത്, കിണറ്റിൽ പാമ്പ് ഉണ്ട്. എങ്ങനെ പറയാം? ഒന്ന് ചിന്തിച്ചേ. ധന്യവാദം.